ഇപ്പോഴത്തെ കാലഘട്ടത്ത് എല്ലാവർക്കും എല്ലായ്പ്പോഴും മനസ്സമ്മർദ്ദമാണ്. ഒരേ കാര്യത്തെ തന്നെ നമ്മൾ പല രീതിയിലായിരിക്കും സമീപിക്കുക. ചിലർ ടെൻഷൻ ഇല്ലാതെ സമീപിക്കുന്നവരുണ്ട്. അവർ പലപ്പോഴും കാര്യങ്ങൾ നേടുന്നു. ചിലരാണെങ്കിൽ അകാരണ ഭീതിയും മനസ്സമ്മർദ്ദവും വെച്ച് പുലർത്തുന്നവരുമാണ്. മനസ്സമ്മർദ്ദ നിവാരണത്തിന് ഭാരതീയമായി പല മാർഗങ്ങളുണ്ട്. പരമപ്രധാനം ഈശ്വരവിശ്വാസം തന്നെയാണ്. തന്നെ ഏതു തരത്തിലുള്ള ആപത്തുകളിൽ നിന്നും ഞാൻ ആരാധിക്കുന്ന ഈശ്വരൻ രക്ഷിക്കും എന്ന ബോധമാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അതിനായിട്ട് തികഞ്ഞ ഭക്തി, വിശ്വാസം, ഉപാസന ഇവയിലൂടെ എന്തും നേടാനാകും. സാധാരണക്കാരായ വിശ്വാസികൾക്ക് നാമജപത്തിലൂടെയും സ്തോത്രജപത്തിലൂടെയും മറ്റും മനസ്സമ്മർദ്ദം ഒഴിവാക്കാൻ കഴിയും. പരമവീരനായ അർജുനൻ പലപ്പോഴും അപകടങ്ങളിൽപ്പെട്ടപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമേ രക്ഷയ്ക്കായി ഉണ്ടായിരുന്നുള്ളൂ. ശ്രീകൃഷ്ണൻ എല്ലായ്പ്പോഴും എന്നെ രക്ഷിക്കും എന്ന ബോധമായിരുന്നു അർജുനൻ്റെ വിജയങ്ങളുടെ അടിസ്ഥാനം എന്നതാണ് പരമാർത്ഥം. അങ്ങനെയുള്ളതായ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഈ മന്ത്രം ജപിക്കുന്നത് ഭൗതിക ജീവിതത്തിലെ മനസ്സമ്മർദ്ദം അകറ്റുവാൻ പറ്റിയ അമൃതസമമായ ഔഷധമാണ് എന്നാണ് പറയുന്നത്. ഈ മന്ത്ര ജപം ശീലമാക്കുന്നവർക്ക് പ്രയോജനം ഉണ്ടായോ എന്നറിയാൻ പ്രത്യേകിച്ച് പരിശോധനയുടെ ആവശ്യമില്ല. അത് വിശ്വസിച്ച് ചൊല്ലുന്ന, വിശ്വാസപൂർവ്വം ഭക്തിപൂർവ്വം ഭഗവാനെ വിശ്വസിച്ച് ഈ നാമം ചൊല്ലുന്ന അവർക്ക് തന്നെ ബോധ്യപ്പെട്ടുകൊള്ളും. ഇത് വേദവ്യാസ വിരചിതമായ ഭാഗവതത്തിലെ മന്ത്രമാണ്. ജരാസന്ധൻ്റെ കാരാഗൃഹത്തിൽ നിന്നും മോചിതരായ രാജാക്കന്മാർ ഭഗവാനെ സ്തുതിച്ച ധ്യാന ശ്ലോകമാണിത്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. പരമാത്മാവും തന്നെ പ്രണമിക്കുന്നവരുടെ സകല ക്ലേശങ്ങളും ഇല്ലാതാക്കുന്നവനും ഭക്തന്മാരുടെ പാപത്തെ ഹരിക്കുന്നവനും സമസ്ത പ്രപഞ്ചത്തിനും ആശ്രയമായവനും വസുദേവപുത്രനുമായ ശ്രീകൃഷ്ണനെ വീണ്ടും വീണ്ടും നമിക്കുന്നു. ഏറ്റവും ഉത്തമം പ്രഭാതത്തിൽ നിലവിളക്ക് കത്തിച്ചു വെച്ച് ജപിക്കുന്നതാണ്. കിഴക്കോട്ട് ദർശനമായി ഇരുന്നു കൊണ്ട് ഈ മന്ത്രം 108 വീതം ജപിക്കാം. മാനസിക സംഘർഷമില്ലാതാക്കാനുള്ള അതിദിവ്യ മന്ത്രം തന്നെയാണ് ഈ ശ്രീകൃഷ്ണ മന്ത്രം.